This is insane. Amazing! Amazing! നമ്മള് വെയിലിന്റെ ആ സങ്കടങ്ങൾ മാറ്റി കേറുക. ഡെയിലി കയറി നായാടം പോയില്ല. ഇത് സെറ്റാക്കിട്ട് പോവല ചെയിന് അതല്ലേ. അപ്പോ ഇന്നത്തെ കഥ ഈ കാണുന്നതാണ്. ഇന്നത്തെ കഥ ഞാൻ കക്കാടംപൊയിൽ പോയ കഥ. എന്നത്തെ പോലെയല്ല, സ്പെഷ്യലാണ്. മുഴുവനായിട്ട് കാണാൻ നോക്ക്. ഇതില് കക്കാടംപൊയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പീക്കിലെത്തിയ സമയത്തുണ്ട് ഫിസിക്സിന്റെ വിളയാട്ടം. എൻ്റെ മക്കളെ അൺബിലീവബിൾ. വേനല് വന്ന് വെയിലും ചൂടും എല്ലാം കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് മഴ വരണത്. ഒരാഴ്ച വേണ്ടി വന്നുള്ളൂ അല്ലേ. നമ്മളെ മെയ്യും മനസ്സും ഒരുപോലെ തണുത്തു, സന്തോഷിച്ചു. ഞാനിങ്ങനെ മഴ ആസ്വദിച്ച് വീട്ടിൽ ചടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ വരുന്നത്. വെറുതെ ഇരുന്നുകൊണ്ടിരുന്നപ്പം ഒരാശ, എന്നാ പിന്നെ മിനിയൂട്ടി പോയല്ലോ. അപ്പം അവൻ്റെ അഭിപ്രായം, മിനിയൂട്ടി പോയിട്ട് എന്തൊലക്കാണ് അവിടെ ഉള്ളത്, നമുക്ക് കക്കാടംപൊയിൽ പോകുന്നു. ഞാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും തീരുമാനം ചെന്നെത്തിയത് കക്കാടംപൊയിൽ തന്നെ. പക്ഷേ അത് മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനം തന്നെ. ഞാൻ അവിടെ എത്തി, ഞാൻ തിരിച്ചു പോരുമ്പോൾ ആലോചിച്ചു, ഒരു പക്ഷേ ഞാനിത് പോയിട്ടില്ലെങ്കിൽ എനിക്കിത് മിസ്സായില്ലെന്ന് പഠിച്ചാണേ. അത്രയ്ക്ക്. കാരണം എവിടേക്കോ ഒരു 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 മൈൻഡ് തെറാപ്പി ചെയ്തിട്ട് വന്നൊരു സുഖം എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഒരു രക്ഷയിൽ അതിൻ്റെ മലയിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ വയ്യെ പറയുന്നു നിങ്ങളുടെ അടുത്ത്. ഈ കാണുന്ന മലയാണ് ഇതിൻ്റെ പീക്ക്. ഇതിൻ്റെ മേലാണ് മക്കളെ ഫിസിക്സിൻ്റെ പൂണ്ട് വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പിലങ്ങ് കയറി ചെന്നപ്പോൾ കളി മാറി. കാറ്റും മിസ്റ്റും തണുപ്പും. കടപ്പന്മാര് കയറി അവിടെ എത്തിട്ടോ. കയറുക. ഡെയിലി കയറി Vela, voy acá. ഡേഞ്ചർ. ഇടക്ക് മുഖ നീച്ച. കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നുമില്ല മേലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ. ചില സമയത്ത് നമ്മൾ പിടിച്ചു കയറണം, ചാടിക്കയറണം, അഴഞ്ഞു കയറണം.
ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ലിപ്പായിട്ട് കുറേ താഴെ വീഴുന്നുണ്ട്, പരുക്ക് പറ്റുന്നുണ്ട്. കുറേ പെങ്കൊച്ചുങ്ങൾ ഇറങ്ങി വരണ വഴിക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന് കരയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മേലെ എത്തുമ്പോഴാ ഇത് നോക്കുന്ന ഫൈനലി tonnage. ഭാരതം പരഭാരതം. This is insane thing. Amazing! Amazing! Really amazing! Really amazing! കാളില്ലേ വരും മധ്യേക്കൂടെ പോലെ അതിനെ പൊന്തിച്ചണ്ട. നനഞ്ഞ് കുണ്ടിന്റെ അടുക്ക് സുന്നാമണി വരെ നഞ്ഞ്. ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. ഫോണ് ഫുള്ള് വെള്ളത്തിൽ വീണിട്ടാ. അമ്മേ കാറ്റ് ഇതൊക്കെ പറഞ്ഞ പോയില്ലേ. ഏത് പോയാണെങ്കിലും നായ്ക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എടാ ആനനെ വരുവാടാ, വരും, ഉറപ്പായിട്ടും വരും. വരുന്നു. എവിടെ ഓല ഉണ്ടാക്കണേ? പോയ ഓല ഉണ്ടാക്കാം. ഓണാക്കാം. അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ ചെക്കോസ്ലോവാക്യക്കാരൻ മൈക്കിളിനെ ഇടുക്കിക്കാരൻ ബെഹനാൻ ഒരു പാഠം കൂടെ പഠിപ്പിച്ചു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് യു ആർ വിത്ത്.
അങ്ങനെ മനസ്സോടെ ആണെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും വരുമെന്ന് വിചാരിക്കണം, ഇനിയും വരണം എന്നുറപ്പിച്ചിട്ട് ഇറങ്ങിയിരിക്കണം. വരണം, ഒരുപാട് ചിരിച്ച്, ഒരുപാട് ആർപ്പ് വിളിച്ച്, ആരൊക്കെയോ ഏതൊക്കെയോ എവിടേക്കോ ഉള്ളവർ തോളിക്കായിട്ടും കെട്ടിപ്പിടിച്ചും, ഇങ്ങനെയും കുറേ മനുഷ്യന്മാരല്ലേ. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വരണം, ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് പലതും മറക്കാനും ഓർക്കാനും ഒക്കെ ആയിട്ട് കുറേ മെമ്മറീസ് നമുക്ക് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഈ ഒരൊറ്റ പകല് ഇതെനിക്ക് കിട്ടിയതൊരു നല്ല മെമ്മറിയാണ്. ഇത് ഞാൻ ഓർക്കും. ഇതുപോലെ ഞാൻ നിങ്ങളെയും പങ്കുവെക്കണം, നിങ്ങളെയും കാണിക്കണം. പറഞ്ഞതിലും സന്തോഷം, നിങ്ങൾ കാണിച്ചതിലും സന്തോഷം. ഈ കാണുന്നതൊക്കെ ഇത് ഇവിടുത്തെ റിസോർട്ടുകൾ ഇങ്ങനെ കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് സ്റ്റേ ചെയ്യാം, എൻജോയ് ചെയ്യാം. എന്താല്ലേ, വെയിലിൻ്റെ ചൂടിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിന്ന് നമ്മളെ ഒരു മഴ വന്നിട്ട് പ്രതിഭാസം മാറ്റിക്കളഞ്ഞു. പ്രകൃതി അത് വല്ലാത്തൊരു വികൃതി തന്നെ, വല്ലാത്ത വികൃതി തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം മഴേനെ പേടിക്കാൻ തുടങ്ങിയല്ലേ നമ്മള്. അതാണ് പ്രകൃതി. എന്തായാലും ഈ കഥ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയും കാണാം. you.